സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മറ്റൊരു വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ ബെറിയോ എന്തോ ഒരു റെക്സാണ് ഇതെനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇതിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് നോക്കുന്നവർ ഇതിൻ്റെ പ്രധാന എബിലിറ്റി എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൽ കൂടെ പോയി വേട്ട ചെയ്യുക. അതാണ് ഇതിൻ്റെ മെയിൻ ലക്ഷ്യമല്ല, ഇതിൻ്റെ എബിലിറ്റി എന്ന് പറയും. അപ്പോൾ ഇന്ന് ഇതുമായിട്ടാണ് നമ്മളുടെയൊക്കെ ഇറങ്ങാൻ പോകുന്നത്. ഇപ്പോൾ ആരെ കാണുന്നില്ല. ആരത്? അലോസോറസ് ആണല്ലോ അവിടെ ഉള്ളത്. ഞാനിമ്മളൊരു റാപ്റ്റർ വീഡിയോയിൽ കണ്ടിന്, ഒരു കമൻ്റ് ഇട്ടീനു. ഒരു ആരാന്നറിയില്ല, ഈ കമൻ്റാണ് ഇത്. എന്തായാലും ഞാൻ കളിക്കുന്നതാണ്. അടുത്തല്ല, ഈ ഒരു ചാപ്റ്ററിലുള്ള ദിനോസറിൻ്റെ മൊത്തം വീഡിയോ ഇട്ടതിന് ശേഷം അത് കളിക്കുന്നതാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ഞാനിടാം, നിങ്ങൾ കമൻ്റ് ഇട്ടാൽ മതി. എന്തായാലും ഇവനായിട്ടൊരു ഫൈറ്റ് എടുത്തേ പറ്റൂ നമുക്കിപ്പോൾ. ഫുഡൊന്നുമില്ല. നമ്മളാരെ വരുന്നുണ്ട്. എന്തായാലും ആക്രമിക്കാനാണെങ്കിൽ നമ്മൾ ആക്രമണം അത്ര തന്നെ. ഉമ്മ വെച്ച് കളിക്കുന്ന ചെവിയും കെട്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാത് നമ്മളെ പിന്നെ ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട്. അമ്മാരെ കടിയാ കിട്ടുന്നത്. കടിക്ക് അത്രയേ ഉള്ളൂ. എൻ്റെ അമ്മോ, ഒരുത്തനെ വെട്ടാനുള്ള പണി ഇത്രയുണ്ട്. എന്തായാലും ഫുഡ് അടിക്കട്ടെ. തീരും ഫുഡില്ല. ഫുഡ് വാരി വലിച്ച് തിന്നട്ടെ, അല്ലെങ്കിൽ ചത്ത പോവും. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് അടിക്കാത്തവരുണ്ട്, അപ്പോൾ അവരും പോയി വേഗം ലൈക്ക് അടിക്കുക. എന്നിട്ട് വീഡിയോ തന്നെ തിരിച്ചെത്തുക, എവിടെ പോയി കളയരുത്. അപ്പോൾ ഇവനുമായിട്ടുള്ള ചുറ്റലാണ് ഇന്ന്. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ ഇന്ന് ഫുഡടി ഇപ്പം ഇത്ര മതി. ഇനി നമുക്ക് ഇവൻ ചത്തിട്ടെന്താ ഇങ്ങനെ എടുക്കുന്നത്? ആരോട് ചോദിക്കുന്നത്? പോയി നോക്കുക. എന്തായാലും വെള്ളത്തിനടിയിലുള്ള എബിലിറ്റി ഞാൻ ഇതുവരെ കാണിച്ചു തന്നിട്ടില്ല. വെള്ളത്തിൽ ഇറങ്ങിയാലുള്ള അവസ്ഥ എന്താണെന്ന്. അപ്പോൾ ഇതാ നമ്മൾ ഇറങ്ങാൻ പോവാണ് വെള്ളത്തിലേക്ക്. ഇറങ്ങിയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അടിയിലോട്ടേക്ക് പോയി നോക്കാം എന്തൊക്കെയാണ് വിഷ്വൽസ്. നൈസ്. മീൻ പിടിക്കാൻ പറ്റുമോ? അതൊന്ന് ചെക്ക് ചെയ്താണല്ലോ. പിടി. കിട്ടി. മീനെ കിട്ടി. ഇതാ. അടിപൊളി. എൻ്റെ മക്കളെ, ഇത് ചത്തൊന്നും പോവില്ല. ഓക്സിജൻ ഇല്ലെങ്കിൽ അടുത്തതിന് പിടിക്കടാ. പിടി. അതാണ്. പിടിച്ച് മുണുങ്ങ്. വിഴങ്ങി. അടിപൊളി. അപ്പോൾ ഇത് അടിപൊളി എബിലിറ്റിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ടീറക്സിൻ്റെ അടുത്തേക്കാണ് പോകേണ്ടത്. വഴി എങ്ങോട്ടതിന് മാപ്പ്? ഒരു അലോസോറസ് ഉണ്ട് അവിടെ നിന്ന് ഇങ്ങനെ കളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടെറിട്ടറിയാൻ തോന്നുന്നു ഇവിടെ. ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ്. ടീറക്സിൻ്റെ അടുത്ത് എത്തിയേ പറ്റൂ. മൂപ്പര് നമ്മളെ കണ്ടിക്കൊണ്ടോന്നൊരു സംശയം. എന്തായാലും മൈൻഡ് ചെയ്യണ്ട, അങ്ങ് പോയേക്കാം. വേടാ ധൈര്യം ഉണ്ട്. ഇല്ല, ഒന്നും ചെയ്യൂലെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിലും നമുക്ക് പേടിയൊന്നുമില്ല, അത് വേറെ കാര്യം. ധൈര്യം ഉണ്ടെങ്കിൽ ഓരോന്ന് തൊടാനല്ല, ധൈര്യം ഉണ്ടെങ്കിൽ ചൊറിയാൻ പറ്റേ. നമുക്ക് കാണാലോ. എന്നോട് കളി. ഇത് നമ്മളെ ടെറിട്ടറിയാൻ തോന്നല്ലോ കണ്ടിട്ട്. നമ്മളെ തന്നെ. നമ്മളെപ്പോലത്തെ വേറെ തന്നെ അതാ പോകുന്നത്. ആരും കണ്ടിക്കില്ലാലോ. വേറൊരു കളറ്, ഒരു മൊയന്ത്. അതാ അങ്ങോട്ട് പോയി. നമുക്ക് വെള്ളമായതുകൊണ്ട് സുഖമായിട്ട് നീന്തി കടക്കപ്പുറത്ത്. അടി കൂടെ പോയിട്ട് ഇങ്ങനെ പൊന്തി. കിട്ടി. പടേ. ഇതിന് സ്പീഡ് നല്ല കുറവുണ്ട്. സാധാരണ ദിനോസറിനെ പോലെയല്ല, നല്ല സ്പീഡ് കുറവുണ്ട്. ടീറക്സിനെക്കാട്ടി സ്പീഡ് കുറവാണെന്ന് തോന്നുന്നു. ഇത് വെള്ളത്തിൽ കൂടെ പോകുന്നതായത് കൊണ്ടാണോ ഇനി വേറൊരു സംശയം. ഫൈറ്റ് നടക്കുകയാണ്. ഇവിടെ ആരും കൊന്നിട്ടില്ലല്ലോ. നമ്മുടെ വർഗത്തിൽ തന്നെ തട്ടീക്ക്. ഇപ്പം ഇവൻ ചില്ലറക്കാരനല്ല, അവിടെ നിൽക്കുന്ന അത്ര സേഫും അല്ല. എന്തായാലും വേറെ ആരെങ്കിലും ഇവിടെ കാണാൻ കിട്ടുമോ? ടീറക്സുമായിട്ട് ചൊറിയണം, എന്നാലേ ഒരു സുഖമുള്ളൂ. അലോസോറസിൻ്റെ ടെറിട്ടറിയാണെന്ന് തോന്നുന്നു. ഇവിടെ 2 അലോസോറസ് കാണുന്നുണ്ട്. 2 ആൾക്കാരും ഫൈറ്റിലാണ്.
നമ്മളിപ്പോൾ ഉള്ളത് നോക്കിയാൽ ടീറക്സിൻ്റെ ടെറിട്ടറീൻ്റെ അടുത്ത് തന്നെയാണ്, അലോസോറസിൻ്റെ ഏരിയയിലുമാണ്. അങ്ങോട്ട് പോകുന്ന അത്ര സേഫ് അല്ല, എന്നാലും ഫൈറ്റൊക്കെ ഒന്ന് കണ്ടുകളയാം. വെള്ളത്തിൻ്റെ അടിയിലൂടെയുള്ള ഫൈറ്റ് എങ്ങനെയുണ്ട് എന്ന് വിഷ്വൽ നോക്കട്ടെ. താഴോട്ട് പോ, താഴോട്ട്. ഓ, വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് കാല് മാത്രമേ കാണുന്നുള്ളൂ, വേറെ ഒന്നും കാണുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് കമൻ്റ് അടിക്കുക. 2 കാലും 1 വാലും കാണുന്നുണ്ട്, വേറൊന്നും കാണാനില്ല. എന്തായാലും അധികം ഇവിടെ നിൽക്കുന്ന അത്ര സേഫ് ഒന്നല്ല. വെള്ളത്തിൻ്റെ മേലേക്ക് പൊന്തി നോക്കട്ടെ എന്താണ് ഇവിടുത്തെ അവസ്ഥ. ആരെങ്കിലും വയ്യ വരുന്നുണ്ടോ? ഇല്ലല്ലോ. ടീറക്സും നമ്മളെ പിടിച്ച് തിന്നു. ബുദ്ധിയില്ലാത്തവന്മാരെല്ലെണ്ണോ. ആ 2 എണ്ണം കണ്ടിക്കോ. തിരിച്ചങ്ങോട്ട് ഓലയാണ് കടിച്ചത്. ബെസ്റ്റ്. എന്തെങ്കിലും ആട്ടെ. ദാണ്ട് ഇവിടെയാണ് മോനെ നമ്മുടെ അണ്ണനുള്ളത്. ദാ പോന്ന്. ദാ മൂപ്പരെങ്ങോട്ടാടി ചേട്ടാ? ഞാനും പറ്റേ? ഓ, ഇയാളെ പിടിക്കാനാ? വെള്ളത്തിൻ്റെ അടിയിലായതുകൊണ്ട് നമ്മളെ കാണുന്നില്ല. ഇതാണ് നമ്മൾ. അധികം ഇവിടെ നിൽക്കണ്ട മോനെ, ടീറക്സ് ആണ് ആള്. ചിലപ്പോൾ നമ്മളെ അടുത്തങ്ങ് വിഴുങ്ങും. അതാണ്ടാ അവൻ്റെ അയ്യോ പോകുന്നുണ്ട്. അവനെ അയച്ചിക്കണ്ട എൻ്റെ വയ്യ വരുന്നത്. ഫുഡ് അത്യാവശ്യം കുറവുണ്ട് നമുക്ക്. എന്തായാലും ഫുഡ് കണ്ടുപിടിച്ചേ പറ്റൂ. അതിനെന്തൊരു വഴി? ഇവിടെ മീനുള്ളത്? മീൻ എവിടെയാ ഉള്ളത്? ചാടുന്നൊന്നും കാണുന്നില്ലല്ലോ. അല്ലാണ്ട് സാധാരണ അവിടെ തോനെ ഉണ്ടാവലുണ്ട്. ബെസ്റ്റ്. അലോസോറസിൻ്റെ ഏരിയയിലേക്ക് തന്നെ ടീറക്സിനെ വിട്ടിക്കുന്നുണ്ട്. എന്തായാലും ചിലപ്പോൾ അവിടെ ഒരു ഫൈറ്റ് നടക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇതെന്താ ഇരുട്ടായ? രാത്രിയായ എത്ര പെട്ടെന്ന്? എല്ലാം വളരെ വളരെ പെട്ടെന്നാണല്ലോ. എന്താ കേശവ? ഇതാണ് ഇതിൻ്റെ സൗണ്ട്. ഒന്നുകൂടെ ഓർക്കന ഒന്ന് ആക്ക്, ഒച്ചണ്ടക്ക്. അതാണ് അതിൻ്റെ സൗണ്ട്. ഇവിടെ ഫുഡ് ടീറക്സ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അലോസോറസ് എന്നെ പിടിച്ച് തിന്നുവെന്ന് എൻ്റെ പേടി. ടീറക്സ് ഇവിടെ അടുത്ത വെടിയുണ്ട്. അതുകൊണ്ട് എങ്ങോട്ട് ഓടുന്നേരം ഒന്ന് നോക്കിയിട്ട് ഓടണം. അലോസോറസിൻ്റെ പേരുത്തം കണ്ടിട്ട് അത്ര പന്തിയല്ലോ. എന്നെ പിടിക്കാനായിരിക്കും തോന്നല്. അല്ല. ഇതാരാ? ഹലോ, എവിടെ പോന്നു? ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇതിനെ നീ ഇപ്പൊ ഉണ്ടാക്കിയതാണോ? എന്തായാലും വയറ് നിറച്ചേ പറ്റൂ. അതുകൊണ്ട് ഇവിടുന്ന് കുറച്ച് ഫുഡ് അടിക്കാം, എന്നിട്ട് മെല്ലെ വിടാം. അതായിരിക്കും സേഫ്. തിന്നോ. വേണ്ട, കളിക്കണ്ട, എന്നോട് വേണ്ട. ഒരു അലോസോറസിനെ തട്ടിയോനാ ഞാൻ. എന്നോട് കളിക്കരുത്. നമ്മളെ പൊതു ശത്രുവാണ് അലോസോറസ്. അതുകൊണ്ട് ഒരു ജീവിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ തീരെ ഇഷ്ടമല്ല. ഒരുത്തൻ നോക്കുന്നുണ്ടല്ലോ. എന്താടാ? വാടാ കളിക്ക്, വാടാ. തലയാട്ടുന്നോ? നമ്മളെ ഒന്നും തൊടാനുള്ള ധൈര്യം ഒരുത്തന്മാർക്കും ഇല്ല. അതുകൊണ്ടാണെങ്കിൽ പേടിച്ച് കളിക്കുന്നത്. അതായത് ഫുഡ് അടിച്ചിട്ട് വേഗം കുളത്തിലേക്ക് ഇറങ്ങണം, അല്ലെങ്കിൽ ഇവൻ നമ്മളെ വയറ്റിലാക്കും. വേറെ ആരും ഉണ്ടോ ബേക്ക് നിൽക്കാൻ വരുന്നത്? ഒന്നും നോക്കിയേ ഇല്ല. ബേക്കിലാരുമില്ല. മുന്നിൽ 2 മൊയന്തുകളേ ഉള്ളൂ, വേറെ ആരും ബേക്കിലില്ല. ഓക്കെ, അത് മതി. തോനെയാക്കണ്ട. നമ്മൾ അത്ര എന്നാ മതിയടാ. മതി പപുരി. കിടക്കുന്ന അത്ര സേഫ് ഒന്നുമല്ല. എന്തായാലും ഈ ഐലൻഡ് എന്തോ ആണ് അത് ചുറ്റിക്കാണാൻ ഇതുവരെ നമുക്ക് സാധിച്ചിട്ടില്ല. പറക്കുന്ന ഡ്രാഗനായാലും മാത്രം നമ്മൾ കണ്ടീനു ഈ ഐലൻഡ്. അതിൻ്റെ മുന്നേ ഒന്നും ചുറ്റിക്കാണാനൊന്നും സാധിച്ചിട്ടില്ല.
വെള്ളത്തിലൂടെ നമ്മൾ ഇര പിടിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. എക്സാമ്പിൾ, ഇതിൻ്റെ ഉള്ളിൽ വേറെ ആരും ഇല്ലായിരിക്കും നമ്മളെ പോലത്തെ, പറയാൻ പറ്റില്ല. വെള്ളത്തിൻ്റെ അടിയിൽ മുതലൊന്നും ഉണ്ടാവില്ല. സ്പൈനോസോറസ് ചിലപ്പോൾ ഉണ്ടാകാനൊരു സാധ്യത. മീനുകൾ ഇവിടെ ഉണ്ട്, പക്ഷെ ഇവിടെ നിന്ന് ഞാൻ ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടീറക്സ് വരും. വെള്ളത്തിൻ്റെ അടിയിലുള്ള ഇത് കേട്ട് കഴിഞ്ഞാൽ ടീറക്സ് ഓടി എൻ്റെ അരിയത്തെത്തും. അവിടെ ഉള്ളത് ഓക്കെ. എന്തായാലും മെണുങ്ങ് ഇല്ല. ടീറക്സ് നോക്കുന്നുണ്ട്. ഇനി എന്നെ പിടിക്കാൻ വല്ലതാണോ? ആ പിടി, അതാ, അത്രേ ഉള്ളൂ. അത് മതി, അത് മതി, അത് മതി. ഓവറാക്കണ്ട. ഓവറാക്കിയിട്ടുണ്ടെങ്കിൽ പണിയാണ്. ഇവിടെ കുറച്ച് ടീമിനെ കാണാൻ സാധിക്കലുണ്ടായിരുന്നു. എന്തായാലും മുപ്പരൊക്കെ ഒന്ന് കാണാനൊന്ന് പോയി നോക്കണം. ഇതാ ഈ ഐറ്റത്തിൻ്റെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ പല പ്രാവശ്യവും കളിക്കുന്നേരം കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്താ? ഇത് കണ്ട എണീച്ചെന്ന് ഓടുന്നത് പശുവിനെ പോലെ. മേലെ എന്തെന്നാലും ഒരു ഇത് നമ്മളെ ഉപദ്രവിക്കൊന്നുമില്ല. മറ്റേ ഐറ്റങ്ങളെ പോലെ ഭ്രാന്ത് പിടിച്ച ഓട്ടമൊന്നുമില്ല. എന്താണ് എന്താണ് ആരാണ്? ഓ, മയം പെയ്തോ? നല്ല അടിപൊളി സമയം, മയം പെയ്യാൻ കണ്ട സമയം. ടീറക്സ് അയ്യ വഴി കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് ഇങ്ങോട്ടൊക്കെ ഒന്ന് പോയി വെക്കാം. ഇവിടെ നമ്മളെ ടെറിട്ടറിയാണ്, നമ്മുടെ സ്ഥലമാണ് ഇവിടെ. അവിടെ എന്തോ ഒരു ഇടിയും പുകയെല്ലാം കാണുന്നുണ്ട്. അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ. വെള്ളത്തിൻ്റെ അടിയിലുള്ള വിഷ്വൽ എന്തൊക്കെയാണ്? നമ്മളതല്ലേ മെയിനായിട്ട് കാണേണ്ടത്. നമ്മൾ അതല്ലേ മെയിനായിട്ട് നോക്കേണ്ടത്. ഇതായിട്ട് വന്നിട്ട് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അടിയിലുള്ള വിഷ്വൽ കാണാൻ പറ്റിയില്ലെങ്കിൽ വെറും പായൽ മാത്രമേ ഉള്ളൂ അല്ലേ? വേറൊന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓ ഹലോ, നമ്മൾ എവിടെ എത്തി? ഏതോ സ്ഥലം. എനിക്കും കഴിഞ്ഞ ഇതിൽ പെലിയോ ഡ്രാഗൺ അങ്ങനെ എന്തോ ഒരു ഡ്രാഗനായിട്ട് വന്നേരുള്ളൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. ആ അതന്നെ അതന്നെ അതന്നെ. അതാ ഒരുത്തൻ അടത്തിരിക്കുന്നുണ്ട്. ഓന് മറ്റു ഫൈറ്റ് എടുത്താൽ ശരിയാവില്ല. ഫൈറ്റ് എടുത്താൽ നമ്മളെ ജീവൻ തന്നെ ആപത്താണ്. അതുകൊണ്ട് ഫൈറ്റ് എടുക്കുന്നില്ല ഞാൻ. നമ്മുടെ ഉള്ള സമയം പോകുന്നല്ലാണ്ട് വേറെ ഒന്നും നടക്കില്ല. എന്തായാലും വെള്ളത്തിൻ്റെ അടിയിലുള്ള വിഷ്വൽസൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ട് പോവാം. മഴ പെയ്യുന്ന വെള്ളത്തിൻ്റെ അടിയിൽ എന്തോ ഒരു ടെക്നിക്കായിരിക്കും. വേറെ ആരെയും ഇവിടെ കാണുന്നില്ലല്ലോ. ആരുമില്ലേ? മേലെ മേലെ മേലേക്ക്. ഇതെന്തിനാ ഇതിങ്ങനെ താഴേക്ക് വന്ന്? മേലേക്ക് വാ. ടിറക്സ് അവിടെ? ടിറക്സ് ഇല്ല, എവിടെയും കാണുന്നില്ല. ഇവിടെ രണ്ട് ഐറ്റത്തിനെ കണ്ടിരുന്നു. ഇപ്പോൾ അതാ അവനിട്ടൊരു പണി കൊടുക്കാൻ ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷെ ഇതുവരെ നടന്നിക്കില്ല. ഈ വാലോണ്ടുള്ള അടിക്ക് നിങ്ങൾ കണ്ടിക്കില്ലല്ലോ. ഇതാ നോക്കിക്കോ, വാലോണ്ട് ഇവൻ്റെ ഒരു അടിയുണ്ട്, വീശി ഒരടി. കാണണമെങ്കിൽ ഇപ്പം കണ്ടോ? ഇതാ കേട്ടോ. ഓ എൻ്റെ അമ്മോ, അമ്മാരി അടിയായി. ഈ സാധനത്തിൻ്റെ പേര് അറിയെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആരടിയായിപ്പോയി. അങ്ങനെ ഇന്നങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അടുത്ത പ്രാവശ്യം എന്തായാലും പുതിയൊരു ലക്ഷ്യത്തോടെ വരാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നടക്കോ ഇല്ലയോ എന്ന് അതും അറിയില്ല. എന്തായാലും എന്താടാ അത്? അപ്പോൾ അതാടെ നിന്നോട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.